ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മോൺസ്റ്റർ ഹൈസിൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 മണിയായപ്പോഴത്തേക്ക് എണീറ്റ് അവൻ്റെ മെറ്റാനുട്രിഷൻ ഫീഡ് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം അവനിക്ക് കുഞ്ഞിനോട്ടം കൊടുക്കുന്ന പാലിതാണ്. അപ്പോൾ അത് കുടിക്കാത്തതുകൊണ്ട് എഞ്ചി ഇട്ട് കൊടുക്കുക. ഇതൊരു 10 മണിക്ക് ആയപ്പോഴത്തേക്ക് പക്ഷേ എണീറ്റ് വയസ്സിലൊക്കെ അതിനാണ് എണീക്കും. ഞാൻ അപ്പവും ചമ്മന്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിക്കാത്തതിൻ്റെ ഈ സങ്കടങ്ങളാണ് കാണിക്കുന്നത്. അവനിക്കിഷ്ടമല്ല ഫുഡ്. സത്യത്തിൽ ഫുഡ് കൊടുക്കുന്നതേ അവനിക്കിഷ്ടമല്ല. പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കണം. ഞാൻ എന്തൊക്കെ ചെയ്താലും അവ കഴിക്കത്തില്ല. കാരണം ഇഷ്ടമല്ല. കാരണം അവന് ഇറച്ചി, മീൻ, മുട്ട, പയറൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ അവന് കഴിക്കും. നമ്മളതിന് ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ കഴിക്കുന്നത്. അങ്ങനെ അവൻ്റെ കൂട്ടേജ് വന്നിരിക്കണം അവനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവളുമായിട്ട് കുറേ നേരം ആ പോപ്പുലേറ്റ് ആയിട്ട് കളിച്ച് ബോർഗി മാറുമ്പോഴത്തേക്കും അടുത്ത വണ്ടിക്കകത്ത് അടുത്തത് കയറും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നേരത്തെ കളിക്കും, അത് വേണ്ടെന്ന് പറയുമ്പോൾ അടുത്ത നേരത്തെ കളിക്കും. പിന്നെ രാവിലത്തെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ, ഇനി ഒരുപാടുണ്ടായിരുന്നു. വീഡിയോ കട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറഞ്ഞത്. കാരണം എന്തെങ്കിലും ഒരു മെഡിസിൻ തട്ടിപ്പോയി എന്ന് കമ്പ്. പിന്നെ ഇൻഹേലറുണ്ട്, ലെവോളിനും ഉണ്ട്, സിറോഫ്ലോ ഉണ്ട്. സിറോഫ്ലോ അവൻ ഡെയിലി എടുക്കുന്നതാണ്. ലെവോളിന് ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് എടുക്കണം. പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള കഴിച്ചിൽ ബഹളമൊക്കെ ആയപ്പോൾ ഉറങ്ങാൻ കിടത്തി. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോൾ 2 മണിയായപ്പോൾ അവനിക്ക് വീണ്ടും അവൻ്റെ ഫീഡ് മിക്സ് ചെയ്ത് കൊടുത്തു. കാരണം അവനിക്കിപ്പോൾ സർജറി പറഞ്ഞേക്കുന്നതുകൊണ്ട് ഫീഡ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. എങ്കിലേ അവൻ്റെ മുറിവൊക്കെ ഉണങ്ങി കഴിക്കുള്ളൂ ഡോക്ടർ പറഞ്ഞു. കാരണം വെച്ചാൽ അവനിക്ക് പ്രത്യേകിച്ച് പ്രോട്ടീനോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. ഈ മെഡിസിൻസും ഇതും തന്നെയാണ് പോണത്. ഇതിപ്പോൾ 6 മാസം കുടിക്കുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ടത്. പക്ഷേ അവനിക്ക് സോഡിയം മൺസൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം. ഈ സാധനം നമ്മുടെ അച്ചാർ, ജാം ഒക്കെ സാധനങ്ങൾ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇതാണ് അവൻ്റെ അമോണിയം കുറയ്ക്കാൻ വേണ്ടി ഇടുന്നത്. ഇത് 2 വട്ടം സ്കിപ്പാവുകയാണെങ്കിൽ അവനിക്ക് അമോണിയ കയറി തലയിൽ കയറി പ്രശ്നമാവും. പിന്നെ അത് വെഞ്ചി വഴി കൊടുക്കുകയാണ്. കാരണം മുന്നേ സോഡിയം മൺസൈറ്റ് അവൻ കുടിക്കുമ്പോൾ എപ്പോഴും വൊമിറ്റിംഗ് ആയിരുന്നു. ഒരു ദിവസം 4 വട്ടം കൊടുക്കണം. പക്ഷെ അവന് കൊടുക്കുമ്പോൾ വായിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് സോഡാപ്പൊടി എങ്ങനെ കലക്കി കുടിക്കുന്നത് ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. പിന്നെ എഞ്ചി വഴി കൊടുത്ത് പിന്നെ 4:30 ആയപ്പോൾ എണീറ്റപ്പോൾ ചോറും അവിയലും തേങ്ങ ചമ്മന്തിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ള പരിശ്രമങ്ങളാണ്. കഴിക്കത്തില്ല. എല്ലാ കുഞ്ഞുങ്ങളും തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ അവർ ഫുഡേ കഴിക്കത്തില്ല. അവർക്കിപ്പോൾ 2.5 വയസ്സായിട്ടുണ്ട്. എന്നാലും ഫുഡൊന്നും കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ വീണ്ടും കൊണ്ടിട്ട് ഉറക്കി. കാരണം ഭയങ്കര കഴിച്ചിൽ നിർബന്ധം പനിയുടെയൊക്കെ ആയിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ നേരത്തേക്ക് വിഴുങ്ങി കൊണ്ടുപോകുന്നു. എന്നിട്ട് അത് അവൻ കഴിച്ചിട്ടില്ല. പിന്നെ കുറച്ചത് അവനെ കാർ ഒട്ടിപ്പിച്ച് കളിച്ച്. കാരണം നിർബന്ധം പനി ആയതുകൊണ്ടേയിരിക്കും. ഭയങ്കര കഴിച്ചിൽ ബഹളം. ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് അവൻ്റെ പനി കിട്ടി, തലവേദനയൊക്കെ ആയിട്ട്. അപ്പോൾ അവനെ കൂടുതൽ എടുക്കാതെ ഇങ്ങനെ വണ്ടിയിലും കളിപ്പിച്ചൊക്കെ ഇരുന്ന് മാറ്റിയൊക്കെ നിർത്തുന്നത്. കാരണം ഒന്നാമതെ കുഞ്ഞു പനിയാണ്. അപ്പോൾ എൻ്റെ പനിയും കൂടെ അവനെ കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ പ്രശ്നമാവില്ലേ. എന്നെ മാറ്റി ഞങ്ങൾ അടുത്ത കളിക്കാത്തോട്ട് പോയിട്ടുണ്ട്. അവനിക്ക് ഒന്ന് കളിച്ച് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ബോറടിക്കും. നമ്മൾ അടുത്തത് കളിക്കാൻ വേണ്ടി കൊടുക്കുക. ഞാൻ മുടിയാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. മുടി കൊടുക്കുന്നെങ്കിൽ അവൻ്റെ ഉമ്മ വരുന്ന നക്കുന്നു അങ്ങനെയുള്ള പരിപാടിയൊക്കെ. കാരണം അവനിക്കറിയത്തില്ല. അവൻ്റെ മനസ്സ് കൂടുതൽ സന്തോഷിപ്പിക്കാൻ ഞാൻ നോക്കുക. എനിക്ക് വേദന എനിക്കിത് പ്രശ്നമില്ല. കാരണം ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്, എപ്പോഴും സഹിക്കുന്നുണ്ട്. പക്ഷേ അവന് വയ്യെങ്കിലും അവൻ നമ്മളെ മാക്സിമം സന്തോഷിപ്പിക്കാൻ എന്നെ നോക്കിയിട്ടുള്ളൂ. കാരണം അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ തെളിഞ്ഞിട്ടുള്ളത്. എത്രയൊക്കെ വയ്യാന്നുണ്ടെങ്കിലും ഡയാലിസിസ് ചെയ്തെടുക്കണമെങ്കിലും വെന്റിലേഷനൊക്കെ മാറ്റി വന്നാലും അവ എന്നെ കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം അവന് ഈ കാലിൽ നീരുള്ളതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. പിന്നെ അവിടെ പോയപ്പോൾ കരയാതിരിക്കാൻ വേണ്ടി ചിപ്സ് കൈ കൊടുത്തു. ചിപ്സ് അവനിക്ക് ഇഷ്ടമാണ്, അത് കൊടുക്കാം. ചിപ്സും ചീനിയുടെ സാധനം കൊടുക്കും. പിന്നെ രാത്രിത്തെ മെഡിസിൻ, രാത്രിയിലത്തെ ഫുഡ് കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് സർജറിയുടെ പേർപ്പസ് സൈൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇക്കായിട്ട് പോയതാണ്. മഴയായതുകൊണ്ട് അവനെ കൊണ്ടുവരിക. തണുപ്പൊക്കെയില്ല, ഒന്നാമത് പനി, അവനെ കൊണ്ടുവരില്ല. പിന്നെ രാത്രിയിലുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ വീണ്ടും അവിടെ കുറച്ച് നിന്ന് കളിക്കുകയൊക്കെ ചെയ്തു. കാരണം അവന് ഉറങ്ങണ്ട. ഇപ്പോൾ 12 മണിക്ക് കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. പക്ഷെ അവനിക്ക് ഉറങ്ങുന്നത് ഇഷ്ടമല്ല ഉറക്കം വരുന്നില്ല. അവന് കറങ്ങാൻ പോകണം, അതാണ് മെയിൻ. പക്ഷേ പനി ആയതുകൊണ്ട് തണുപ്പൊക്കെ ആയതുകൊണ്ട് കൊണ്ടുപോയി. പിന്നെ ഉറക്കാൻ സമയമില്ല. 1 കണ്ടായി ഞാൻ ഉറക്കി സുഖമായിട്ട് ഇറങ്ങുകയാണ്. പക്ഷേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ.